പ്രിയമുള്ളവരെ, ഈരാറ്റുപേട്ട നഗരസഭയും പൗരാവലിയും ചേർന്ന് നമ്മുടെ നാട്ടിലുണ്ടായ മഴക്കെടുതിയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം അറിയാം. ആ ഓരോ പ്രവർത്തനങ്ങളോടും സഹകരിച്ച നല്ലവരായ മാന്യവ്യക്തികളോടും മുഴുവൻ സംഘടനാ ഭാരവാഹികളോടും പ്രവർത്തകരോടുമുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു വെള്ളപ്പൊക്കം നമ്മുടെ നാട്ടിൽ കെടുതിയായി വന്നപ്പോൾ പൗരാവലിയും ചേർന്ന് സമയബന്ധിതമായി നടത്തിയ ഓരോ പ്രവർത്തനങ്ങളും, പ്രത്യേകിച്ച് അന്നേ ദിവസം തന്നെ നമ്മൾ 4 ദിവസത്തേക്ക് 3 നേരത്തെ ഭക്ഷണം എല്ലാ വീടുകളിൽ എത്തിക്കുകയും തുടർന്ന് ഓരോ വീടുകളിലും പുനരധിവാസത്തിനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും സാധിച്ചു. ഈരാറ്റുപേട്ടയിലെ നല്ലവരായ, നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളിൽ നിന്നും സമാഹരിച്ച ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. 37,11,701 രൂപയാണ് നമുക്ക് ആളുകളിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്യാൻ സാധിച്ചത്. 37,11,701 രൂപയാണ് ഫണ്ട് കളക്ട് ചെയ്തത്. 4 ദിവസം നടത്തിയ കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ നമുക്ക് ചിലവായത് 3,53,423 രൂപയാണ്. തുടർന്ന് നമുക്കറിയാം, ഏതാണ്ട് 400-ലധികം വീടുകളിൽ പുനരധിവാസത്തിന് വേണ്ടിയിട്ടുള്ള വീട്ടുപകരണങ്ങൾ, ഗ്യാസ് സ്റ്റൗവ്, ബെഡ്, കുക്കർ, അയൺ ബോക്സ് അടക്കമുള്ള വീട്ടുപകരണങ്ങൾ വിതരണം ചെയ്തതിൽ പർച്ചേസ് ചെയ്ത വകയിൽ 30,18,278 രൂപയാണ് നമുക്ക് ചിലവായത്. കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ചിലവ് 3,53,423. വീട്ടുപകരണങ്ങളുടെ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി 30,18,278 രൂപയുമാണ് നമുക്ക് ചിലവായത്. ബാക്കി വന്ന 3,40,000 രൂപ നമ്മൾ 1000 രൂപയുടെ 340 കൂപ്പണുകൾ ഏറ്റവും അർഹരായ ആളുകളുടെ വീടുകളിൽ എത്തിക്കുകയുണ്ടായി. ആ കൂപ്പണുകളിൽ ഈരാറ്റുപേട്ടയിലെ 4 ഷോപ്പുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു പലചരക്ക് കട, തുണിക്കട, ചെരുപ്പ് കട, പാത്രക്കട. അങ്ങനെ ഏതെങ്കിലും ഒരു കടയിൽ ചെന്ന് 1000 രൂപയുടെ പർച്ചേസ് ആവശ്യക്കാർക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള 1000 രൂപയുടെ 340 കൂപ്പണുകൾ നമ്മൾ ഇതിനോടകം തന്നെ വിതരണം ചെയ്തു കഴിഞ്ഞു. അങ്ങനെ 37,11,701 രൂപ വരവും കമ്മ്യൂണിറ്റി കിച്ചൻ്റെ ചെലവിലേക്ക് 3,53,423 രൂപയും വീട്ടുപകരണങ്ങളുടെ ഐറ്റം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി 30,18,278 രൂപയും വീടുകളിലേക്ക് വിതരണം ചെയ്ത കൂപ്പൺ ആ ഇനത്തിൽ 3,40,000 അടക്കം 37,11,701 രൂപയും ചെലവഴിച്ച ഒരു കണക്കാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങളിലൂടെ സബ്മിറ്റ് ചെയ്യാനുള്ളത്. ഈ പ്രവർത്തനങ്ങളെല്ലാം അതാത് വാർഡിലെ കൗൺസിലർമാർ മുഖേനയാണ് ഏറ്റവും അർഹരായ, അതായത് 720ഓളം വീടുകളിൽ വെള്ളം കയറിയതായി നമുക്കറിയാം. അതിലേറ്റവും അർഹരായ ആളുകൾ, ഏതാണ്ട് 500-ലധികം ആളുകളുടെ വീടുകളിലേക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ എത്തിക്കാൻ നമുക്ക് സാധിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആ ഒരു വലിയ ഒരു പുനരധിവാസ പ്രക്രിയയിൽ പങ്കാളികളായിട്ടുള്ള ആളുകൾ ഈ നാട്ടിലെ എല്ലാവരും കൈകോർത്ത് പിടിച്ചത് കൊണ്ടാണ് നമുക്ക് പെട്ടെന്നൊരു പുനരധിവാസം സാധ്യമായത്. പ്രത്യേകിച്ചും ഈരാറ്റുപേട്ടയിലെ റെസ്ക്യൂ ടീമുകൾ, അതോടൊപ്പം വ്യാപാരി വ്യവസായിയിലെ ഘടകങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ സന്നദ്ധ സംഘടനകൾ, യുവജന സംഘടനകൾ, മറ്റ് നമ്മുടെ നാട്ടിലെ ക്ലബ്ബുകൾ, ദക്ഷിണ കേരള ജമിയത്തുൽ അടക്കമുള്ള മത സമുദായ സംഘടനകൾ, അരുവിത്ര സെൻറ് ജോർജ് ഫെറോന ചർച്ച്, അങ്കാളമ്മൻ കോവിൽ, അജ്മി KK അടക്കമുള്ള നമ്മുടെ നാട്ടിലെ ചെറുതും വലുതുമായ സംരംഭകർ, ബിസിനസ്സുകാർ, വ്യക്തികൾ, ഈരാറ്റുപേട്ട നഗരസഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഓരോ ഉദ്യോഗസ്ഥരും, ഇവരെല്ലാവരും അത്തരത്തിൽ കൂട്ടായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു പുനരധിവാസം വളരെ പെട്ടെന്ന് സാധ്യമായത്. ഞാനിവിടെ അവതരിപ്പിച്ച കണക്ക് പണമായി നമുക്ക് ലഭിച്ച ഒരു കണക്കാണ്. മെറ്റീരിയൽസായി പല സംഘടനകളും പല വ്യക്തികളും നമുക്ക് ആ സമയത്ത് ലഭിച്ചത് ഏതാണ്ട് 20 ലക്ഷത്തോളം രൂപ വരും. അങ്ങനെ 50 ലക്ഷം രൂപയിലധികമുള്ള പുനരധിവാസ പ്രവർത്തനമാണ് നമുക്ക് നടത്താൻ സാധിച്ചത്. ഈരാറ്റുപേട്ട നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി, നഗരസഭയിലെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പുനരധിവാസ പ്രക്രിയകളെല്ലാം വളരെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുകയും ആ പുനരധിവാസത്തിന് ശേഷമുള്ള പല പ്രവർത്തനങ്ങളും നമ്മുടെ നഗരസഭയുടെ നേതൃത്വം നടത്തുകയും അറിയാം. പൗരാവലിയുമായി ചേർന്നാണ് നഗരസഭ ഈ പ്രവർത്തനം നടത്തിയത്. പൗരാവലിയിലെ വളരെ ഊർജ്ജസ്വലരായിട്ടുള്ള കുറേയധികം ചെറുപ്പക്കാരുടെ സഹകരണം ഉണ്ടായതുകൊണ്ടും ഈ നാട്ടിലെ നല്ലവരായ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം ഉണ്ടായതുകൊണ്ടുമാണ്
ഇത്തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചത്. അതിന് നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ നിങ്ങളോടെല്ലാമുള്ള നന്ദിയും കടപ്പാടും ഈ നാടിനു വേണ്ടി അറിയിച്ചുകൊള്ളുന്നു.